നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് കളക്ടറേറ്റിൽ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ വൻ നിയമന ക്രമക്കേട്. ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിൽ കയറിയ 5 പേർക്ക് LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറ്റം നൽകി. ടൈപ്പിസ്റ്റ് തസ്തികയിൽ 6 മാസം മാത്രം ജോലി ചെയ്തവർക്കാണ് മാറ്റം നൽകിയത്. ഈ തസ്തികയിൽ 5 വർഷം പൂർത്തിയായവർക്ക് മാത്രമേ ക്ലർക്കായി മാറ്റം നൽകാവൂ എന്നാണ് ചട്ടം. തസ്തിക മാറ്റം റദ്ദാക്കി നിലവിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. സർക്കാർ അനുകൂല സർവീസ് സംഘടനാ നേതാക്കളാണ് ക്രമക്കേടിന് പിന്നിലെന്ന് ആരോപണം. സംസ്ഥാനത്തെ ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അജ്ഞാത വാഹനമിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. വാഹനം കണ്ടെത്താൻ നീക്കം. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു പാലക്കാട് മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് അപകടം സംഭവിച്ചത്. മുണ്ടൂർ കയ്യറ സ്വദേശി കണ്ണനാണ് മരിച്ചത്. വാഹനമിടിച്ച കണ്ണൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടമുണ്ടാക്കിയ വാഹനത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ കേസെടുത്ത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 12.8 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കോഴിക്കോട് സ്വദേശി സുധീഷാണ് കഞ്ചാവുമായി പിടിയിലായത്. 45 പാക്കറ്റുകളിൽ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ കഞ്ചാവിന് കോടികൾ വിലമതിക്കും. ബാങ്കോക്കിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നത്. കസ്റ്റംസും DRI സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ചു. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. 50-ലധികം സിനിമകളിലും ചില ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത് പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന സിനിമയിലൂടെ അദ്ദേഹം സിനിമാ മേഖലയിൽ തിരിച്ചെത്തിയിരുന്നു.